നമ്മുടെ മനസ്സിനകത്ത് മാത്രമുള്ള ആ വലിയ ലോകങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ഇങ്ങനെയൊരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഒരു സാങ്കല്പിക ലോകത്ത് സ്വയം മറന്ന് നിന്നുപോയൊരു നിമിഷം. ചിലർക്കിതൊരു ശീലം മാത്രമല്ല, ശരിക്കും ജീവിക്കുന്നൊരിടം പോലെയാണിത്. അപ്പോൾ നമ്മുടെ ഈ ഉൾലോകം യാഥാർത്ഥ്യത്തെക്കാൾ വലുതാവുമ്പോൾ തലച്ചോറിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിലെ ഒരു പ്രത്യേക നെറ്റ്വർക്കാണ് ഇതിന് കാരണം. അതാണ് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ DMN. അതായത് പുറമേക്ക് ശ്രദ്ധിക്കാത്ത സമയത്താണ് ഈ നെറ്റ്വർക്ക് ഓൺ ആവുന്നത്. നമ്മുടെ ഉള്ളിലെ ലോകമുണ്ടാക്കുന്നത് ഇതാണ്. ചിലർക്ക് ഈ ഉൾലോകം പുറം ലോകത്തേക്കാൾ നല്ലതാണെന്ന് തലച്ചോറിന് തോന്നിത്തുടങ്ങും. 2002 പ്രൊഫസർ എലി സോമർ ഈ അവസ്ഥയ്ക്ക് ഒരു പേര് കൊടുത്തു: മാലഡാപ്റ്റീവ് ഡേ ഡ്രീമിംഗ്. ഇതൊരു ചെറിയ ശ്രദ്ധമാറലല്ല. ചിലർ അവരുടെ ദിവസത്തിലെ ഭൂരിഭാഗം സമയവും ഇതിനായി ചിലവഴിക്കാറുണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം യഥാർത്ഥ ജീവിതത്തിൽ കിട്ടാത്ത എന്തോ ഒന്ന് ഈ ലോകം നമുക്ക് തരുന്നുണ്ട്. യഥാർത്ഥ ജീവിതത്തിലില്ലാത്ത കൺട്രോളും പ്രശ്നപരിഹാരവും സുരക്ഷിതമായ ബന്ധങ്ങളും ഈ ലോകം തരും. ജീവിതം പോലെ ഈ സ്വപ്നലോകം നമ്മളെ നിരാശപ്പെടുത്തില്ല, കാരണം എല്ലാ നിയന്ത്രണവും നമ്മുടെ കയ്യിലാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതിലേക്ക് കൂടുതൽ പോകുന്തോറും യഥാർത്ഥ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നും. ഇതൊരു സാംകൃണത്ത ക്രീവ് പോലെയാണ്. തിരികെ വരുമ്പോഴുള്ള നാണക്കേട് വീണ്ടും അങ്ങോട്ട് തന്നെ പോകാൻ പ്രേരിപ്പിക്കും. പക്ഷേ ഇതൊരു കുറവല്ല എന്ന് മനസ്സിലാക്കണം. ഇതൊരു തരം അതിജീവനമാണ്. യഥാർത്ഥ ലോകത്ത് ഒരു രക്ഷപ്പെടൽ സാധ്യമല്ലാതിരുന്നപ്പോൾ നമ്മുടെ മനസ്സ് തന്നെ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് ഈ ലോകത്തെ ഇല്ലാതാക്കുകയല്ല വേണ്ടത്, മറിച്ച് അത് നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മുടെ മനസ്സ് എന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നത്? അതായത് യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കാൻ മടിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ലോകങ്ങൾ ഉണ്ടാക്കാൻ മനസ്സിന് കഴിയുന്നത് തന്നെ വലിയൊരു കഴിവിന്റെ തെളിവാണ്. അപ്പോൾ ഇതൊരു പ്രശ്നമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്നതിലേക്കുള്ള ഒരു വഴികാട്ടിയാണെങ്കിലോ?